ഒരു 40-50 വയസ്സ് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ ജോലി കഴിഞ്ഞോ മറ്റോ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ട്. കുറച്ച് യുവാക്കൾ ഇങ്ങനെ അങ്ങാടി ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ബൈക്ക് എടുത്തിട്ടാണ് പോണത്. അപ്പോൾ ഇവരെ അടുത്തെത്തിയപ്പോൾ ഇയാൾ കുറച്ചിങ്ങനെ ആടിയും ഇതായൊക്കെ അവരുടെ നേരെ ബൈക്ക് കൊണ്ടുപോയി കയറ്റി അതിൽ ഒരാളുടെ ശരീരത്തിൽ ചെറുതായിട്ടൊന്ന് തട്ടി, അയാൾക്ക് ചെറിയൊരു മുറിവുണ്ടായി, അയാൾ താഴെ വീണു. അപ്പോൾ ഈ യുവാക്കൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇയാളെ പിടിച്ചടിച്ചു, നന്നായിട്ടടിച്ചു. അയാളെ മുഖത്തടിച്ചു, അയാളുടെ തലക്കടിച്ചു. പക്ഷേ അടിച്ചു കഴിഞ്ഞിട്ടൊന്നും ഇയാൾക്ക് ഈ ഒരു അവശത മാറുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചത് ഇയാൾ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെന്നാണ്. പിന്നെയാണ് മനസ്സിലായത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് ആ മനുഷ്യന് ഷുഗർ ഡൗൺ ആയതാണ്. ഹൈപ്പോഗ്ലൈസീമിയ അടിച്ചിട്ട് അയാൾ എന്ത് ചെയ്തതാണ്, വീണതാണ്. അപ്പോൾ ഈ യുവാക്കളുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യരുടെ പെട്ടെന്നുള്ള പ്രവർത്തനം കൊണ്ട് നമ്മൾ ചില ആളുകളെ നമ്മൾ വിമർശിക്കാറുണ്ട്. എന്ത്, അയാളൊന്നും ചിരിക്കൂല, അയാളൊന്നും സലാം ചെല്ലൂല, എന്തൊരു ഹെഡ് വെയിറ്റ് ആണ് അയാൾക്ക്, എന്തൊരു ദുസ്വഭാവമാണ് അയാൾക്ക്. ആയിരിക്കാം, അയാൾ ദുസ്വഭാവിയായിരിക്കാം, അയാൾ ചിരിക്കാത്ത ആളായിരിക്കാം, അയാൾ കഠിനമായി പെരുമാറുന്ന ആളായിരിക്കാം. അയാളുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾക്കാണ് നൽകിയിരുന്നതെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ അയാളേക്കാൾ വൃത്തികെട്ടവനാവുമായിരുന്നു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളടക്കം അയാളേക്കാൾ മോശപ്പെട്ട ആളാകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കേണ്ടത് ആ എല്ലാ മനുഷ്യരുടെയും പെരുമാറ്റങ്ങൾക്ക് പിന്നിൽ കുറേ കഥകളുണ്ടാവും, പിന്നിൽ കുറേ ചരിത്രങ്ങളുണ്ടാവും. ആരൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീണിട്ട് അങ്ങോട്ട് ദുസ്വഭാവം കാണിക്കുന്നവരല്ല, പെരുമാറ്റ ദൂഷ്യം കാണിക്കുന്നവരല്ല. എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ എപ്പോഴും തമാശ പറയും, എപ്പോഴും തമാശ പറയും. റസൂൽ അയാളുടെ തമാശ കേട്ടിട്ട് ചിരിക്കുകയും ചെയ്യും കേട്ടോ. അയാൾക്കൊരു ദുശ്ശീലുണ്ടെന്നറിയോ, അയാൾ ഇടക്ക് പോയിട്ട് കള്ളു കുടിക്കും. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടി കിട്ടും, ചാട്ടവാർ അടി കിട്ടും. ചാട്ടവാർ അടി കിട്ടി കഴിഞ്ഞാൽ കുറച്ചു കാലം നന്നാവും. പിന്നീട് അയാൾ കുറച്ച് കാലം ഇങ്ങനെ പ്രവാചകൻ്റെ സദസ്സിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പോകും. റസൂൽ അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ ഒരു വട്ടം അടി കിട്ടുന്ന സമയത്ത് ഒരു സ്വഹാബി പറഞ്ഞു, നിനക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ, നീ എന്തിനാ റസൂലിൻ്റെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എന്നിങ്ങനെ പറഞ്ഞ് ശാപം പ്രാർത്ഥന നടത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ തിരുത്താൻ, എന്നിട്ട് ആ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, നീ അങ്ങനെ പറയരുത്, അള്ളാഹുവിനും റസൂലിനും ആ മനുഷ്യൻ്റെ മനസ്സിൽ എത്ര സ്ഥാനമുണ്ട് എന്ന് നിനക്കറിയില്ല, അതുകൊണ്ട് ശാപപ്രാർത്ഥന നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്തവരെ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ, ഒരു തെറ്റൊരാൾക്ക് സംഭവിച്ചു പോയാൽ പിന്നെ അങ്ങോട്ട് ചാപ്പ കുത്താൻ ഒരു പെണ്ണ് കേസോ അല്ലെങ്കിൽ പഴയ കാലത്ത് ഒരു ലഹരി ഉപയോഗമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അതിൻ്റെ ആളുകളാണ്, അയാളെ നന്നാവാൻ പോലും സമ്മതിക്കൂല എന്നുള്ളതാണ്. വീടിൻ്റെ തൊട്ടടുത്ത് പള്ളി വന്നിട്ട് ഒരു വക്ത് പോലും നിസ്കരിക്കാൻ വരാത്തൊരു മനുഷ്യൻ്റെ അടുത്തോട്ട് പോയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്കൊന്ന് പള്ളിയിൽ വന്നൂടെ, ഈ നാട്ടിൽ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും നന്നായി, നിങ്ങൾ മാത്രം നന്നായില്ല, നിങ്ങൾ ഇപ്പോഴും ചെകിട്ടത്ത് ബാങ്കിൻ്റെ ശബ്ദം കൊണ്ടുവന്ന് അടിച്ചിട്ടും പള്ളിയിൽ വരാൻ നിങ്ങൾക്ക് തോന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വർത്താൻ എന്താ അറിയോ, മോനെ എനിക്കൊരു പാസ്റ്റ് ഉണ്ട്, എനിക്കൊരു ഭൂതകാലമുണ്ട്, ഞാൻ മുഴുക്കുടിയനായിരുന്നു, എല്ലാ വൃത്തികേടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്നൊക്കെ മാറി നന്നായി കുറച്ചു കാലം പള്ളിയിൽ പോയി നോക്കിയതാണ്. പക്ഷെ ഞാൻ പള്ളിയിൽ കയറിയാൽ ആളുകളുടെ നോട്ടം, ആളുകളുടെ കുത്തുവാക്ക്, ആളുകളുടെ സംസാരം എനിക്ക് മനം മടുത്തു, ഞാൻ അങ്ങനെ അങ്ങോട്ട് തീരട്ടെ, ഇതങ്ങനെ അങ്ങോട്ട് ഞാൻ എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും സ്വർഗ്ഗത്തിൽ പോകാൻ പോകുന്നില്ല, ഞാൻ നരകവാസി തന്നെ, ഞാൻ നശിച്ചോനാണ്, ഞാൻ ശൈത്താനാണ്, അതുകൊണ്ട് നീ എന്നെ പള്ളിയിലേക്ക് വിളിക്കാൻ വരണ്ട, പള്ളിയിലേക്ക് നീ വിളിക്കാൻ വന്നാൽ ഞാൻ ഇവിടുന്ന് കുറ്റിച്ചോൽ എടുത്തിട്ട് നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ട മനുഷ്യൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായ ഒരു മടുപ്പാണ്, ഒരു നിരാശയാണ്. അതിൻ്റെ കാരണം എന്താണ്, നമ്മളാണ്, ചുറ്റുപാടുള്ള ആളുകൾ അയാൾ ഭൂതകാലത്ത് ചെയ്തു പോയ തെറ്റുകൾ പറഞ്ഞിട്ട് ആ മനുഷ്യനെ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ അനുവദിക്കാത്ത രൂപത്തിൽ നമ്മൾ നൽകുന്ന നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള കുത്തുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഒരു തെറ്റ് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ, അയാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് അവകാശമുള്ളത് ആ തെറ്റ് പറഞ്ഞിട്ട് അയാൾ വേദനിപ്പിക്കാൻ?